യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ഹലോ, മൈ നെയിം ഇസ് ആർദ്ര. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാനുള്ളത് കോയമ്പത്തൂരിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ നട്ടപ്പാതിരാക്കി ഇട്ട പ്ലാനാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 4 മണിക്ക് പുറപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ്, ഇവിടെ എത്തിയിട്ടുള്ള കുറച്ച് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് പോണ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പം നമുക്ക് ഫസ്റ്റ് എനിക്കൊരു ബുക്കിന്റെ ഒരു ഇതുണ്ട് ഇവിടെ, എന്താണ് മാർക്കറ്റ്, അവിടെ ഒന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഗായ്സ്, അങ്ങനെ ഞാൻ ഒരു ബുക്ക് എടുത്തിട്ടോ. ഇത് കാണുന്നുണ്ടോ? പൗലോ കൊയ്ലോന്റെ ആണ് അഡൽട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ഇത് ഇവരെന്നെ പറ്റിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഇതിന് ശരിക്കും ഈ ബുക്കിന്റെ ഒറിജിനൽ റേറ്റ് 299, അതായത് 300 റുപ്പീസ് ആണ്. അപ്പൊ ഇത് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് എനിക്ക് 120 റുപ്പീസിനാ തന്നത്. കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് കമന്റ് ഇടുക. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്തായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു സ്റ്റുഡിയോ ആൻഡ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിംഗ്, ഭയങ്കര ഷോപ്പിംഗ് ഒന്നുമില്ല, എന്തായാലും കോയമ്പത്തൂർ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്തു. അപ്പം തന്നെ ഞങ്ങളുടെ പോക്കറ്റൊക്കെ കയറി. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഭയങ്കര പൈസയാണ്. എന്നിട്ട് എന്നോട് പല ആൾക്കാരും പൈസ കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാൻ അവരോട് പറയാ, എൻ്റെ കയ്യിലെ എല്ലാ പൈസ ഞാൻ എടുത്ത് അവർക്ക് കൊടുത്തു. അങ്ങനത്തെ അവസ്ഥയാണ്. ഞാൻ ഈ വിഷമത്തിലാണ്. ഈ വിഷമം തീർക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും പോട്ടെ. ഇനി പോകുന്നിടത്ത് നമുക്ക് കാണാം. സോ ഗൈസ്, അപ്പൊ നമ്മളിപ്പം വന്നിട്ടുള്ളത് എന്താണ്, ശിവ യോഗി എന്തോന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ, ഒരു ഫേമസ് ആയിട്ടുള്ള. അങ്ങോട്ട് വന്നതാണ്. ഇവിടെ ആരും കാണുന്നൊന്നുമില്ല കേട്ടോ. കുറെ പശുക്കളുണ്ട് അവിടെ. അത് കൂടെ പോകുന്നു ഞങ്ങളും കുറെ പശുക്കളും. അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കാം. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ പറയുക. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. പോയി കണ്ടേച്ചും വരാം. ഒരു മണ്ടത്തിനെ പോലെയാ പോകുന്നത്. എങ്ങനെ ചോക്ലേറ്റ് ഓരോട് ചോദിച്ചു നോക്കാം. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. എനിക്ക് പറഞ്ഞു പോകും, അത്രയും കാറ്റുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര മഴയാണ്. അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിവിടെ കയറി നിൽക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ അവിടെ പോയി വന്നു കേട്ടോ. ഫുള്ള് മഴ കാറ്റ് അത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ഇസ് നൈസ്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി എങ്ങോട്ടാ പോണത് എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്തായാലും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യാം. അപ്പം നമുക്ക് പോവാം. സോ ഗൈസ്, അപ്പം നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ല കേട്ടോ. ഇനി തിരിച്ചു പോകുന്ന വഴി എൻ്റെ സിസ്റ്റർ ഇവിടെ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓളിന്ന് ജസ്റ്റ് കയറി കാണണം എന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ കയറിയാണ്. ഞാൻ കഴിക്കാം. കൊറിയൻ നൂഡിൽസ് ആണ് നമ്മൾക്ക് ഉണ്ടാക്കിക്കൊണ്ടേ പോകുന്നത്. ഞാൻ അമ്മു ചേച്ചിനെ കാണാൻ സിസ്റ്ററിന് വേണ്ടി ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാം. കൊറിയൻ റാമേൻ വാല ചിക്കൻ നൂഡിൽസ്. ഇടയ്ക്ക് ഹിന്दी बोलने वाला मेरा दीदी, ये दीदी का बेस्ट फ्रेंड नारायण, मिस्टर नारायण. हाय, हेलो बोलो, क्या बना रही हो? कोरियन हार्ट बना दो. ഈ മേര ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ്. ഞാൻ ചാനൽ മാറി പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ മുന്തിരി കഴിക്കാറ് കേട്ടോ. അപ്പം ഇവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കുറേ ഫിഷുകളുണ്ട്, കുറേ പേരുണ്ട്.
ഇതിനകത്ത് നിറച്ചും ഷിറ്റ്സുകളാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ എണ്ണം ഉണ്ട്. ഞാൻ കുഞ്ഞിനെ മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.